നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആറ്റത്തിനുള്ളിലെ കുഞ്ഞൻ ലോകത്തിന്റെ രഹസ്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്? അതിനുവേണ്ടി ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്ന ഒരു കിടിലൻ ഉപകരണമുണ്ട്. അതാണ് വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ. നമുക്കിന്ന് അതിനെപ്പറ്റി സംസാരിക്കാം. ഇത് വെറുമൊരു മെഷീനല്ല, നമ്മുടെ പ്രപഞ്ചത്തിന്റെ ചില അടിസ്ഥാന രഹസ്യങ്ങൾ തുറക്കാനുള്ളൊരു താക്കോലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റാത്തത്ര ചെറിയൊരു ലോകം, ഒരു ആറ്റത്തിനേക്കാളും ചെറുത്. അതിനെപ്പറ്റി നമ്മളെങ്ങനെ പഠിക്കുക? വെറുതെ നോക്കിയിരുന്നാലൊന്നും കാണില്ല. അതിനൊരു വഴിയുണ്ട്. ആ വഴിയിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത്. ഓക്കെ, ഈ ജനറേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് പറയുന്നതിന് മുൻപ് അതിനു പിന്നിലൊരു പ്രധാന ആശയം നമ്മൾ മനസ്സിലാക്കണം. അതാണ് ത്വരിതപ്പെടുത്തൽ അല്ലെങ്കിൽ ആക്സിലറേഷൻ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കുഞ്ഞൻ കണങ്ങളെപ്പറ്റി പഠിക്കാൻ നമുക്ക് വേറെ കണങ്ങളെ അതിഭയങ്കരമായ വേഗതയിൽ അതിലേക്ക് കൊണ്ടിടിപ്പിക്കണം. അപ്പോൾ ആ ഒരു സ്പീഡ് കൊടുക്കുക എന്നതാണ് ഈ മെഷീന്റെ പ്രധാന ജോലി. നമ്മുടെ വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ ശരിക്കും ഇലക്ട്രോസ്റ്റാറ്റിക് ആക്സിലറേറ്റർ എന്ന് പറയുന്ന ഒരു വലിയ ഫാമിലിയിലെ ഒരു അംഗമാണ്. സിമ്പിളായി പറഞ്ഞാൽ ഇതൊരു കണികാ തെറ്റാലി പോലെയാണ്. ചാർജുള്ള കണങ്ങളെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉപയോഗിച്ച് അതിശക്തമായി മുന്നോട്ട് തള്ളുന്നു. ആ ഒറ്റ തള്ളലിൽ അവയ്ക്ക് ഭയങ്കരമായ വേഗത കിട്ടും. ശരി, അപ്പോൾ ഈ പറയുന്ന ഇലക്ട്രിക് ഫീൽഡിന് ഇത്രയും പവർ എവിടുന്നാ കിട്ടുന്നത്? ഈ കണികാ തെറ്റാളി പ്രവർത്തിക്കുന്നതിന് പിന്നിലെ ആ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്കൊന്ന് ഇറങ്ങി നോക്കാം. സംഭവം വളരെ സിമ്പിളാണ് കേട്ടോ. ആകെ രണ്ട് സ്റ്റെപ്പേ ഉള്ളൂ. ആദ്യം നമ്മൾ വളരെ വലിയൊരു ഇലക്ട്രിക് പ്രഷർ, അതായത് ഒരു ഉയർന്ന വോൾട്ടേജ് ഉണ്ടാക്കുന്നു. ഒരു വെള്ളച്ചാട്ടത്തിന്റെ മുകളും താഴും തമ്മിലുള്ള ആ ഒരു ഉയര വ്യത്യാസം പോലെ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, ചാർജുള്ളൊരു കണികയെ ആ വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ കൊണ്ടുവച്ചാൽ എന്ത് സംഭവിക്കും? അത് റോക്കറ്റ് വേഗത്തിൽ താഴേക്ക് കുതിക്കും. ഈ വേഗത കിട്ടുന്നതിനെയാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജനറേറ്ററുകൾക്ക് ഏകദേശം 10 മുതൽ 100 മെഗാ ഇലക്ട്രോൺ വോൾട്ട് വരെ ഊർജ്ജം കണങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. കേൾക്കുമെന്തോ വലിയ നമ്പറായിട്ട് തോന്നും അല്ലേ? പക്ഷെ രസം എന്താണെന്ന് വെച്ചാൽ, പാർട്ടിക്കിൾ ഫിസിക്സിന്റെ ലോകത്ത് ഇത് വെറും ലോ എനർജി റേഞ്ചാണ്. അപ്പോൾ നോർത്തു നോക്കൂ, ഹൈ എനർജി മെഷീനുകൾക്ക് എന്തുമാത്രം ശക്തിയുണ്ടാകുമെന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ആക്സിലറേറ്റർ ഫാമിലിയിലെ ആ സൂപ്പർ സ്റ്റാറിനെ നമുക്ക് നേരിട്ടങ്ങ് പരിചയപ്പെട്ടാലോ? ഇതാ വരുന്നു വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ. ഇതിന്റെ ഒരു ചെറിയ പ്രൊഫൈൽ നോക്കാം. ഇത് ഇലക്ട്രോസ്റ്റാറ്റിക് ആക്സിലറേറ്റർ കാറ്റഗറിയിൽ വരുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഫിസിക്സ് പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഇത് കേൾക്കാതെ പോകില്ല. ഇപ്പോഴും BSc സിലബസിലെ ഒരു പ്രധാന ഭാഗമാണിത്. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ കൂടിയുണ്ട്, ടാൻഡം വാൻ ഡി ഗ്രാഫ്. അത് കണങ്ങളെ 2 തവണ ആക്സിലറേറ്റ് ചെയ്ത് ഡബിൾ പവർ കൊടുക്കുന്നൊരു സൂപ്പർ ടെക്നിക്കാണ്. അപ്പോൾ ഇത്രയും സങ്കീർണമായി തോന്നുന്ന ഈ മെഷീൻ വർക്ക് ചെയ്യുന്നത് നമ്മളെല്ലാം പണ്ട് സ്കൂളിൽ പഠിച്ച വളരെ സിമ്പിളായ ചില ഫിസിക്സ് തത്വങ്ങൾ ഉപയോഗിച്ചാണ്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? വാ, നമുക്കിതിൻ്റെ എഞ്ചിൻ റൂം ഒന്ന് തുറന്നു നോക്കാം. ഒന്നാമത്തെ ആൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്. ഒരു കാന്തത്തിന് ചുറ്റും അതിൻ്റെ ഒരു ആകർഷണ വലയമില്ലേ? അതുപോലെ തന്നെ ഒരു ഇലക്ട്രിക് ചാർജിന് ചുറ്റും അതിൻ്റെ ഒരു സ്വാധീന മേഖലയുണ്ട്. ഈ കാണാൻ പറ്റാത്ത ശക്തിയാണ് മറ്റു കണങ്ങളെ തള്ളാനും വലിക്കാനുമൊക്കെ ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മുടെ ആക്സിലറേറ്ററിന്റെ യഥാർത്ഥ എഞ്ചിൻ. രണ്ടാമത്തെയാൾ കണ്ടക്ടർ. നമുക്കെല്ലാവർക്കും അറിയാവുന്നയാളാണിത് അല്ലേ? ചെമ്പ്, അലുമിനിയമൊക്കെ വൈദ്യുതിയെ ഈസിയായി കടന്നുവിടില്ലേ? അതുതന്നെ സംഭവം. നമ്മുടെ വാൻ ഡി ഗ്രാഫ് ജനറേറ്ററിൽ ചാർജിനെ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരിടത്തേക്ക് വേഗത്തിലെത്തിക്കാനും ആ വലിയ ഗോളത്തിൽ സ്റ്റോർ ചെയ്തു വെക്കാനും ഈ കണ്ടക്ടറുകൾ കൂടിയേ തീരൂ. ഇനി മൂന്നാമത്തെ ഐറ്റം, ഇൻഡ്യൂസ്ഡ് ചാർജുകൾ. ഇത് നമ്മളെല്ലാവരും ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ടാവും. ഓർമ്മയുണ്ടോ? സ്കെയിലോ ചീപ്പോ തലയിലൊരസി ചെറിയ പേപ്പർ കഷ്ണങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ പേപ്പർ ഒട്ടിപ്പിടിക്കില്ലേ? അതാണ് ഇൻഡ്യൂസ്ഡ് ചാർജിൻ്റെ ഒരു ഉദാഹരണം. അപ്പോൾ ഈ 3 സിമ്പിൾ ഐഡിയകളും ഒരുമിച്ച് ചേരുമ്പോഴാണ് വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ എന്ന ആ ഒരു മാജിക് നടക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, വളരെ സിമ്പിളായൊരു ആശയം, സ്കൂളിൽ പഠിച്ച കുറച്ച് ഫിസിക്സ്, ഇവയെല്ലാം ചേർത്തുണ്ടാക്കിയ ഈ ഉപകരണം ശാസ്ത്രലോകത്തുണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നറിയണ്ടേ? നമുക്ക് നോക്കാം. ഇതൊന്ന് നോക്കിക്കേ. ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ വെറുമൊരു മ്യൂസിയം പീസല്ല. പുതിയ തലമുറയിലെ ശാസ്ത്രജ്ഞരെ പഠിപ്പിക്കാനും അവർക്ക് പ്രചോദനം നൽകാനും ഇന്നും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അടിസ്ഥാന ഉപകരണമാണിത്. നമ്മളിന്ന് കണ്ട ഈ അടിസ്ഥാന ടെക്നോളജിയിൽ നിന്ന് ശാസ്ത്രം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഇത്രയും ബേസിക്കായൊരു മെഷീന് ഇത്രയൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് ശക്തിയേറിയ ഇന്നത്തെ ആക്സിലറേറ്ററുകൾ പ്രപഞ്ചത്തിലെ ഇനി എന്തെല്ലാം മഹാരഹസ്യങ്ങളായിരിക്കും നമുക്ക് മുന്നിൽ തുറന്നുതരാൻ പോകുന്നത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ചിന്തിച്ചു നോക്കൂ.